സരി ഗമ പ പ സരി ഗമ പ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ ഗമ പദ നിധ പമ ഗമ പ ഗമ ഗരി സ. സന്തോഷം വരുമ്പോഴും ആയാലും സങ്കടം വന്നാലും നമുക്ക് എപ്പോൾ വിചാരിച്ചാലും പാടാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കല മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം. ദക്ഷിണിൽ ഗർഭത്തിൻ്റെ പോക്കിയ ശിവപെരുമാളെ. ഏജോ അല്ലെങ്കിൽ ജെൻഡറോ ഇതൊന്നും ഒന്നിനും ഒരു ബാധകമല്ല. നിങ്ങൾക്ക് 70 വയസ്സാകുമ്പോൾ തോന്നുകയാണ് എനിക്ക് നൃത്തം പഠിക്കണം, ചെയ്യൂ, ഒരു ജീവിതമേ ഉള്ളൂ, അത് ആദ്യം മനസ്സിലാക്കൂ. കുഴലോസை കേട്ട് കൂടിടുമങ്കയ விழியால் பரவீசி அனைத்து சென்று பொழுதுமிக ஆச்சுத்தே என்னை விட்டு போன கண்ணன் വരക്കാണിനെ. ദൈവത്തിൻ്റെ വരദാനമാണ് കലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കലാകാരന്മാരെ പരിചയപ്പെടുക എന്നത് എന്നെ സംബന്ധിച്ചോളം വളരെ പ്രിയപ്പെട്ട, വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇത്തവണ എനിക്ക് അതിലും ഒരു 100 ഇരട്ടി സന്തോഷമാണുള്ളത്. കാരണം എന്നോടൊപ്പമുള്ളത് കലയെ ഉപാസിക്കുന്ന ഒരു കുടുംബമാണ്. ശ്രീ സുനിൽ നെല്ലായിയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ്, ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഒരു കലാകാരനാണ് ശ്രീ സുനിൽ നെല്ലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കലയെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാം, ഈ കല ഉപാസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവദത്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കുടുംബം മുഴുവൻ ഒരു കലാകുടുംബമായി മാറുകയാണ്. എന്താണ് അതിലുള്ള ഒരു സന്തോഷം? എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് മനസ്സിന് സന്തോഷവും സംതൃപ്തിയും, അല്ലേ? നമുക്ക് മനസ്സിന് സന്തോഷം ലഭിച്ചാൽ മാത്രമാണ്, സമാധാനം ലഭിച്ചാൽ മാത്രമാണ് ഏതൊരു കലയും ഉയർന്നു വരാൻ കഴിയുള്ളൂ. അതിന് കിട്ടുന്നൊരു സാഹചര്യം നന്നായിരിക്കണം. കാരണം ഒരു സ്ട്രെസ്സ്, ടെൻഷൻ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ കലാകാരനുണ്ട്. പക്ഷേ കലയ്ക്ക് അത് വളരണമെങ്കിൽ അതിൻ്റേതായൊരു സാഹചര്യം നിർബന്ധമാണ്. അത് ഉണ്ടാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തോ ഈശ്വരാനുഗ്രഹം എനിക്ക് ഭഗവാന്റെയും എൻ്റെ ഗുരുക്കന്മാരുടെയും എൻ്റെ മാതാപിതാക്കളുടെയും ഗുണം കൊണ്ട് എനിക്കൊരു നല്ല കുടുംബം കിട്ടി. എൻ്റെ വൈഫ് സംഗീതജ്ഞയാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മ്യൂസിക് ഫസ്റ്റ് റാങ്കോടുകൂടി MA ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ഒരാളാണ്. 2 മക്കളാണ്. മക്കൾ 2 പേരും കലാരംഗത്തുണ്ട്. മകള് ഡാൻസറാണ്, ഇപ്പോൾ പുറത്താണ് പഠിക്കണത്. എങ്കിലും അത് പാട്ടും നൃത്തവും കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം മകനും ഒരു കലാകാരനാണ്. ഏഷ്യാനെറ്റിൽ അയ്യപ്പനായിട്ട് അഭിനയിച്ചിരുന്നു. അവൻ കുറച്ച് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോളും കുറച്ച് മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. 4 പേരും ഡാൻസേഴ്സുമാണ്. വൈഫ് മ്യൂസീഷ്യനാണെങ്കിലും വിവാഹശേഷം എൻ്റെ അടുത്ത് നൃത്തവും പഠിക്കാൻ തുടങ്ങി. എൻ്റെ സ്റ്റുഡൻ്റാണ്. ആഫ്റ്റർ മാരേജാണ്, തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പ്രോഗ്രാമും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഡാൻസ് ഡ്രാമ ഉണ്ടായിരുന്നു, ഭക്തമീര എന്നും പറഞ്ഞിട്ട്. മീരാബായിയുടെ സ്റ്റോറിയാണ്. ഒരു 1.25 മണിക്കൂർ. അതിൽ ഞങ്ങൾ 4 പേരും ക്യാരക്ടറായിരുന്നു, മെയിൻ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നേരത്തെ ചോദിച്ചതിൽ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കലയ്ക്ക് ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ അതിന് എന്താ പറയുക, കുറച്ചും ഉണർവ് കൂടുതൽ ലഭിക്കും, വാല്യൂ കൂടും, പ്രസൻറ്റ് ചെയ്യുമ്പോഴും പിന്നെ അതിൻ്റെ വില മനസ്സിലാക്കാനും പറ്റും. കാരണം ഇപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഞാൻ ചെയ്യണ എഫേർട്ട് അല്ലെങ്കിൽ എൻ്റെ ഇതിൻ്റെ പിന്നിലെ പെയിൻ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഭാര്യ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണെങ്കിൽ അവരതിലും വലിയൊരു റിസ്ക് കഴിഞ്ഞിട്ടാണ് വരണത്. അപ്പോൾ നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. നേരെ മറിച്ച് ഒരുപോലൊരു ഫീൽഡിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്, പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന 10 മണി തന്നെയല്ല. ഇപ്പോൾ എൻ്റെ സംബന്ധിച്ചിലും പറയാം, ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ആരുടെ കൂടെ ഉണ്ടാവുക? പെൺകുട്ടികളുടെ കൂടെയാണ്.
കഴിഞ്ഞ 35 വർഷമായിട്ടും. അപ്പോൾ പെൺകുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യണ ഒരു എന്ന് പറയുമ്പോൾ ചില സാഹചര്യത്തിൽ ഒരു പക്ഷേ ഭാര്യയായാലും അത് ബുദ്ധിമുട്ടുണ്ടാവാം, പോസിറ്റീവ്നെസ് ഉണ്ടാവുമല്ലോ, 100% ഉണ്ടാവും, അതിലൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിനൊരു ഉദാഹരണം, ഒരു പ്രശ്നം ഉണ്ടായി. വിവാഹം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ഞാൻ വൈഫ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്നു കഴിഞ്ഞ് എന്നെ കാണുന്നില്ല, ഭയങ്കര കരച്ചില്ല. കാരണം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ പേരിൽ കേസ് വരും. 18 വയസ്സ് ആയിട്ടില്ല വൈഫിന്. 18ാം പിറന്നാൾ എൻ്റെ ഇല്ലത്ത് വന്നിട്ടാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനായപ്പോഴാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ ഊണ് കഴിക്കാൻ നേരത്ത് അടുത്ത് കാണില്ല, ആൾ ഭയങ്കര കരച്ചിലായി. ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ഒന്ന് ഊണ് കഴിക്കുക, സ്റ്റുഡൻസിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ വട്ടത്തിലായിരിക്കുക കുട്ടികൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. താമസിച്ച് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചാലേ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ആദ്യത്തെ 3-4 ദിവസം ഞാൻ നോക്കിയപ്പോൾ ആളും ഭയങ്കര സങ്കടം. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അയാളായി ആദ്യ സ്ഥാനിച്ച് ഇവരുടെ കൂടെ ഇരിക്കുക, ആളതിൻ്റെ ഒരു പാർട്ടായി മാറി. അപ്പോൾ അപ്പോഴാണ് പറയണേ, എന്ത് സന്തോഷമല്ലേ ഇവർ കുട്ടികളുടെ കൂടെ ഇരുന്ന് എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മുടെ വീടുകളിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണ്? അവരൊരു വരുന്നു ഡൈനിങ് ടേബിളിൽ നിന്ന്, അവരൊരു എടുത്ത് കഴിക്കുന്നു, പോണു, ഒരു യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥ വന്നില്ലേ ഇപ്പോൾ? അതാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ. നമ്മളിപ്പോഴും ഇവൻ ഭക്ഷണം കഴിക്കുമ്പോഴേ തന്നെ ഞാൻ പറയും, അച്ഛൻ അമ്മ മക്കൾ ഒക്കെ കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം, മനസ്സിലായോ? അവിടെ തന്നെ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ കലയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും ഒരു രംഗത്താണെങ്കിൽ, ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പോൾ കുടുംബം തന്നെയല്ല. എൻ്റെ അനുജത്തി അതേ കലാക്ഷേത്ര ആണ്, ഡാൻസറാണ്. ഞങ്ങളുടെ വീട്ടിൽ 18ഓളം ഡാൻസേഴ്സ് ഉണ്ട് എൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് ടോട്ടൽ. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹം, അത്രയേ ഉള്ളൂ. ഈ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ, അതായത് ശാരീരികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവർ, സാധാരണ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്ന് വ്യത്യസ്തമായി അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല എന്ന് തെളിയിക്കുകയാണ് സർ ചെയ്യുന്നത്. എന്താണ് ഈ ഡാൻസിലൂടെ ഇത്തരം വൈകല്യങ്ങളെ മറികടക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളെ വൈകല്യം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, വൈകല്യം എന്ന് ഒരിക്കലും അഡ്രസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ നൃത്തത്തിന് കഴിയുമെന്ന് തെളിയിച്ചത് എങ്ങനെയാണ്? ആ ഒരു ആശയം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വൈകല്യം എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് മാനസിക വൈകല്യമാണ്. മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നം മാനസികമായിട്ടുള്ള ഒരു ഫിറ്റ്നസ്, അതാണ് ഏതൊരു വ്യക്തിക്കും വേണ്ടത്. ശാരീരികമായ ഫിറ്റ്നസ് ഒരു പക്ഷേ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷേ മാനസികമായൊരു വൈയായിക വന്നാൽ അതാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന വൈകല്യങ്ങളൊന്നും വലിയ വൈകല്യങ്ങളല്ല, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മുടെ ചിന്ത, സൽപ്രവർത്തികൾ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഇപ്പോൾ പോളിയോ ബാധിച്ച് അല്ലെങ്കിൽ ചില ഷോക്കുകളിൽ നിന്നും നമ്മൾക്ക് ചില അസ്വസ്ഥതകൾ ശരീരത്തിന് വരാറുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതിനെ പഴയ ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് കലയ്ക്ക് അതിന് വളരെയധികം സാധ്യതയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. സംഗീതത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മ്യൂസിക്കൽ തെറാപ്പി അല്ലേ? അതുപോലെ തന്നെ നൃത്തത്തിന് തെറാപ്പി ഉണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാൽ, എൻ്റെ അടുത്തൊരു കുട്ടി, എൻ്റെ ഒരു കൊളീഗിൻ്റെ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മകളാണ്. 2 വയസ്സുള്ളപ്പോൾ ട്രെയിൻ യാത്രയിൽ ഷട്ടർ വീണ് 3 വിരലുകൾ പോയി. കുഞ്ഞുകുട്ടി 3 വിരലും ഇങ്ങനെ മുറിഞ്ഞു പോയിട്ട് ആ കുട്ടിയുടെ ഡോക്ടർ പറഞ്ഞത്, ഇനി ഈ കൈ തൽക്കാലം ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കും, നൃത്തം പഠിക്കട്ടെ അവൾ. പ്ലാസ്റ്റിക് സർജറി എന്തൊക്കെയോ ചെയ്തു, പക്ഷേ കൈ ഒന്നും അനങ്ങില്ലായിരുന്നു. ആ കുട്ടി എൻ്റെ അടുത്ത് ഏകദേശം 18 വർഷത്തോളം നൃത്തം അഭ്യസിച്ചു. വലത്തെ കൈകൊണ്ട് അതിഗംഭീരമായി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യും, കണ്ടാൽ അറിയ പോലുമില്ല. ഇപ്പോൾ ഒരു ഡോക്ടറായി ആൾ. അപ്പോൾ പറഞ്ഞു വന്നത്, അതേപോലെ ഒരു 19 വയസ്സുകാരൻ അങ്കമാലിയിൽ നിന്നും വന്ന ഒരു പയ്യനുണ്ട്. കൈ ഇങ്ങനെ വെച്ചാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. മാഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, എനിക്ക് നൃത്തം പഠിക്കണം എന്നാണ്. ഇങ്ങനെ വെച്ച് വന്നപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സാധാരണ ഒരു ചിന്ത, അന്നും വളരെ വർഷങ്ങൾ ബാക്കാണ്, അപ്പം അന്നും ഞാൻ ഇത്രമാത്രം ഒരു പ്രായോഗികമായി ഒരു ചിന്തിക്കുന്ന ആളല്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അയ്യോ ഈ കുട്ടിയെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും, അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത ഒരാളുമാണ്. സാരമില്ല വന്നോളൂ, കാരണം നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തെ നിരക്കാത്തതായി പോകും. നാളെ നമ്മുടെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെ ഒരു ബുധനാഴ്ച ആ പയ്യൻ വരുന്നു, ക്ലാസ്സിൽ ജോയിൻ ചെയ്യണു. ഇങ്ങനെ ഇരുന്ന കൈ, അപ്പോൾ ആ പയ്യൻ ജീവിതത്തിൽ കൈ കൊണ്ടൊന്നും കഴിച്ചിട്ടില്ല, വലത്തെ കൈ കൊണ്ട്. 5 വർഷം എൻ്റെ അടുത്ത് നൃത്തം പഠിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറ്റം ചെയ്തു. ആ പയ്യൻ്റെ അച്ഛനും അമ്മയും വന്ന് ആദ്യം എൻ്റെ കാലൊക്കെ തൊട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു എന്താ വെച്ചാൽ, മാഷേ എൻ്റെ മകൻ ഒരു നൃത്തം പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത്തേൽ അവൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഓർത്ത്, പക്ഷെ അവൻ്റെ ആഗ്രഹത്തിന് വിട്ടാൽ, പക്ഷേ അത് ഇത്രയും വലിയൊരു ഗുണം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഒരുപാട് സന്തോഷം, അവൻ വലത്തെ കൈ കൊണ്ട് ഊണ് കഴിച്ചു വിട്ടോ മാഷേ തോന്നും. കാരണം പറയാം, അതിൻ്റെ ഞാനൊരു പ്രത്യേക ഓയിൽമെൻ്റ് ഇട്ട് തിരുമുകയോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയോ ഇതൊന്നുമല്ല ചെയ്തത്. ഇപ്പോൾ നമ്മൾ നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ, പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് ചെയ്യുന്നത്, മനസ്സിൽ തട്ടി. ഉദാഹരണം ഇപ്പോൾ ആ പയ്യൻ ഇപ്പോൾ തൈ ഹ തൈ ഹേ തൈ ഹ തൈ ഹേ ഇങ്ങനെ ഈ ഒരു അടവ് ചെയ്യുമ്പോൾ ഈ കൈ ചെയ്യാൻ പറ്റില്ല അവന്. ഇപ്പം ഞങ്ങൾ നോർമലി 2 കൈയും വെച്ചിട്ടാണ് ഈ അടവ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വിരയ്ക്കും, ഇങ്ങനെ വിറച്ച് അതുപോലെ ഇപ്പോൾ ഞാനിപ്പോൾ തൈ എടുക്കുമ്പോൾ ഈ കൈ ഇങ്ങനെയാവും, അറിയാണ്ട് ഇവനെ അറിയുന്നില്ല. ഇങ്ങനെയായി ഈ കൈ ദാ ഇങ്ങനെ എത്തി, ഇത്ര എത്തി. ഈ വലത്തെ കൈ കൊണ്ട് ഊണ് കഴിച്ചു. പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു ദിവസം ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. കാരണം നമ്മൾ ഒരു വലത്തെ കൈ കൊണ്ട് ഊണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, നമുക്ക് അത്രയും വലിയൊരു കാര്യമുള്ള കാര്യമാണ്. അന്നമെടുത്ത്, കാരണം ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭക്ഷണം സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ വെച്ചൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് സത്യം ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവുമാണ്. കാരണം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള 2 കൈയാണ്. അത് എന്തിനാണെന്നറിയോ, പ്രധാനമായിട്ടും അന്നം കഴിക്കാൻ, അത് അന്നത്തിന് റെസ്പെക്റ്റ് കൊടുത്ത് വേണം കഴിക്കാൻ. ഈ സ്പൂൺ കൊണ്ട് ചിക്കിച്ചിരുന്ന് ഈ ഒരു പക്ഷേ രീതി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പാശ്ചാത്യ രീതികളാണ്, അതിനെ ഞാൻ കുറ്റം പറയുകയല്ല. നമ്മൾ നമ്മുടെ സംസ്കാരം കൂടി കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഒരു അറിവില്ലായ്മയായിരിക്കും കേട്ടോ ഒരു പക്ഷേ, എങ്കിലും ഞാൻ പറയണു എനിക്ക് എൻ്റെ കൈ കൊണ്ട് കഴിക്കുന്നതിനാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കൈ കൊണ്ട് കഴിക്കാനായിട്ടുള്ളൊരു അനുഭവം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റേത്. അതേപോലെ തന്നെ നമുക്ക് ലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും ഏത് ജില്ലകളിൽ പോയാലും നമുക്ക് കാണാൻ ഒരു കാര്യം കഴിയും. ദാറ്റ് ഈസ് എന്താണത്, ജാതി മത ഭേദമന്യേ ഭാഷഭേദമന്യേ സ്ട്രെസ്സ്. നിങ്ങൾ ആരോട് പോയിട്ട് ചോദിച്ചോളൂ, ആദ്യം സ്ട്രെസ്സാണെന്നല്ല പറയാം അല്ലേ, ഭയങ്കര ടെൻഷനാണ് ജോലി. ഇതിൽ നിന്ന് റിലീഫ് കിട്ടുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അത് കലയാണ്. എന്ത് കലയായിക്കോട്ടെ, നമുക്ക് വല്ലാതെ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലേ, ഒരു നൃത്തം ചെയ്യുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനപ്പാന ചെയ്തു. അപ്പോൾ ഞാനപ്പാന ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റാണ്, അതിൻ്റെ ഇൻസിഡൻ്റാണ് ഞാൻ ചെയ്തത്. ആ ഞാനപ്പാന എഴുതാൻ ഉണ്ടായ സാഹചര്യമാണ് കേട്ടോ. അത് കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവർ ചിലവ് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അതായത് അതൊക്കെയാണ് മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാനപ്പാനയിലൊരു വരി കേട്ട് കാണുമല്ലോ, എല്ലാവർക്കും അറിയണത്, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശവും. എനിക്ക് മുഴിപ്പിക്കാൻ പറ്റണില്ല, കാരണം അതാണ് ഞാനപ്പാന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ കണ്ടതിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ, രചന ഏതാണെന്ന് ചോദിച്ചാൽ ഞാനപ്പാനയാണ്. ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതും അറിഞ്ഞില്ല. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുഴുവനും ഇതിന് പിന്നാലെ കിടന്ന് ഓടുന്നത്. എന്തിനും, സ്വത്തിനും പ്രശസ്തി, എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാം ഇതൊക്കെ. പക്ഷെ അപ്പോൾ പറഞ്ഞു വന്നു, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജ്ഞാനപ്പാനയുടെ 2 വരി വായിച്ചാൽ ഒന്നുമില്ല, നമുക്ക് കിട്ടിയത് മതി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഹാപ്പിയാണ്. ഭഗവാനെ കിടത്തരുത് വയ്യാതെ, ഒരാൾക്ക് നമ്മൾ ബുദ്ധിമുട്ടാവരുത്. ഞാൻ പറഞ്ഞ ഏറ്റവും വലുത് ആരോഗ്യം അല്ലേ, അതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ നമ്മൾ
എന്ത് ചെയ്യുകയാണെങ്കിലും സത്യത്തോടു കൂടി ചെയ്യുക, 100% ഡെഡിക്കേഷനോടുകൂടി ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ആ എത്തലൊന്നും എല്ലാ നേട്ടമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. കാരണം ഇവിടെ ആരും ആരെയും ഓർക്കാൻ സമയമില്ലാത്തൊരു കാലഘട്ടമാണ് അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ് റിലീഫ്, അതിന് ഏറ്റവും വലുതാണ് കല. ഏജോ അല്ലെങ്കിൽ ജെൻഡറോ ഇതൊന്നും ഒന്നിനും ഒരു ബാധകമല്ല. നിങ്ങൾക്ക് 70 വയസ്സാകുമ്പോൾ തോന്നുകയാണ് എനിക്ക് നൃത്തം പഠിക്കണം, ചെയ്യൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കൂ. അത് മറ്റൊരാൾക്ക് വേണ്ടി നശിപ്പിക്കുകയെന്ന് വെച്ചാൽ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിക്കാനാവരുത് നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് വേണ്ടിയാവുക. യു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അതാണ് വേണ്ടത്. ഹെൽത്ത് ഫിറ്റ്നസ്, അത് മൈൻഡ് ഫിറ്റ്നസിൻ്റെ തന്നെ പോലെ തന്നെ ഒരു പ്രധാന, നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഞാൻ യോഗ ചെയ്യാറുണ്ട്. 1 മണിക്കൂർ യോഗ ചെയ്യും, 1.5 മണിക്കൂർ ജിം വർക്കൗട്ട് ചെയ്യും. ഡെയിലി 2 മണിയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജിമ്മിലെത്തിയിരിക്കും. അപ്പോൾ ചോദിക്കുക എന്തിനാണ്, എന്നോട് പലരും ചോദിക്കാറുണ്ട് മാഷ് ഇത്രയും ചെയ്യുമ്പോൾ എന്തിനാ ഈ ജിമ്മിൽ പോണേ എന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിം വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. ഡാൻസ് ചെയ്യുമ്പോൾ മസിൽ എല്ലാം ലൂസാവും, ടൈറ്റ് വരില്ല എന്നില്ല, പക്ഷേ കുറച്ചും ഇതാവും. അപ്പോൾ അതിലും ഒരു മെയിൽ എന്നുള്ള ലെവലിൽ എനിക്ക് മസിൽ കുറച്ചും കൂടി ആയാൽ കൊള്ളാം എന്നുള്ള ഇതിൽ സ്ട്രെങ്തൻ. പിന്നെ മെയിലായതുകൊണ്ട് തന്നെയല്ല, മസിൽ എപ്പോഴും നമുക്ക്, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഏതാണ്? കഫ് മസിൽ. ഈ കാഫ് മസിൽ എന്ന് നിങ്ങളുടെ വീക്കാവുന്നു അന്ന് നിങ്ങൾക്ക് രോഗം തുടങ്ങും. ബ്ലഡ് പമ്പ് ചെയ്യണ ആരാണ്? കഫ് മസിലാണ് പമ്പ് ചെയ്യണത് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എപ്പോൾ നിങ്ങൾ കസേരമ വെറുതെ ഇരിക്കുകയാണെങ്കിലും, പ്രായമായവരായാലും കുട്ടികൾ, ഈ ഒരു എക്സസൈസ് സ്ഥിരം ചെയ്യുക. ഈ ഉപ്പുറ്റി പൊക്കണം, അത് പ്രധാനപ്പെട്ട ഒരു എക്സസൈസ്. നമ്മുടെ ഈ കഫ് മസിൽ നല്ല പവറായിരിക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, ഈ കേരളത്തിലെ ഡാൻസേഴ്സിന് എനിക്ക് തോന്നുന്നു, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ, മറ്റിപ്പോൾ മദ്രാസിലേക്ക് നോക്കിക്കോളൂ നിങ്ങൾ, ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡാൻസേഴ്സ് കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ്. നമ്മുടെ ഇവിടെയുള്ളവർ എന്താ പ്രശ്നം എന്നറിയോ? അവരെ അല്ല കൂടുതലും സ്നേഹിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ നൃത്ത ലോകത്തുള്ള, അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, ഒരു 80% 90% ആൾക്കാരും അവരെ അല്ല സ്നേഹിക്കുന്നത്, അവരുടെ കുടുംബത്തിനെയാണ്. കുടുംബത്തിനെ സ്നേഹിക്കാണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, സ്നേഹിക്കണം. പക്ഷെ ആദ്യം നിങ്ങളെ സ്നേഹിക്കൂ, എന്നാലേ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും. ഇതെന്താണെന്നറിയോ? ഇവർ കഷ്ടപ്പെട്ട് പണിയെടുക്കും, അതുപോലെ അവിടെയും ക്ലാസ് കൊടുത്തും പ്രോഗ്രാമില്ല. എന്നാൽ ഇവർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, മര്യാദയ്ക്ക് ഉറങ്ങൂല്ല, എക്സസൈസ് ചെയ്യൂല. അപ്പോൾ ഇവർക്ക് ഓരോ അസുഖങ്ങളും ഓരോന്ന് പിന്നാലെ വന്നു തുടങ്ങും. ഡാൻസിൽ തന്നെ ശാസ്ത്രീയ നൃത്തം ആയിക്കോട്ടെ, വെസ്റ്റേൺ ആയിക്കോട്ടെ, അതിൽ തന്നെ ഈ കൊറിയോഗ്രഫിക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട്. തീർച്ചയായും. പക്ഷെ അതിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഈ നൃത്തം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തങ്ങളുടെ 2 അവിഭാജ്യ ഘടകങ്ങളാണ് താണ്ഡവവും ലാസ്യവും അല്ലേ. ഈ താണ്ഡവം എന്ന് പറഞ്ഞാൽ മഹാദേവനിൽ നിന്നാണ്. മഹാദേവൻ ആരാണ്? ഇന്ന് ലോകം, അതായത് ഹൈന്ദവ മിത്തോളജി അറിയുന്ന, വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, മാസ്കുലിനിലെ ഏറ്റവും ടോപ്പാണ് മഹാദേവൻ അല്ലേ. മഹാദേവൻ്റെ ആ ഒരു ശരീരഭംഗി എന്ന് പറഞ്ഞാൽ, അതുപോലെ ലാസ്യത്തിൻ്റെ നിറകുടം എന്ന് പറഞ്ഞാൽ ആരാണ്? പാർവതീദേവി അല്ലേ. അവർ രണ്ടുപേരും ചേർന്നാണ് നൃത്തത്തിന് തുടക്കം. പക്ഷേ പറഞ്ഞു വന്നേ, ഇപ്പോൾ കോറിയോഗ്രാഫി ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വർണ്ണം തോടി രാഗത്തിലുള്ള രുക്മിണി അരുണ്ടേൻ്റെ കാലഘട്ടത്തിൽ കലാക്ഷേത്രത്തിൽ കോറിയോഗ്രാഫി ചെയ്ത ആ ഇനം തന്നെയാണ് ഇപ്പോഴും RLVയിലും കാലടി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ എടുക്കുന്നുണ്ട്, സെൻറ്റ് തെരേസാസിലും ഒക്കെ. തോടി രാഗത്തിലുള്ള രൂപം മുജൂജി എന്നുള്ളൊരു വർണ്ണമുണ്ട്. ഞാൻ മുൻകൂർ ഒരു ജാമ്യം എടുക്കണം, ഞാൻ പാട്ടുകാരനല്ല, പാട്ടായിട്ടൊരു ബന്ധമുണ്ട്, പക്ഷേ പാടാൻ അറിയില്ല. പക്ഷേ എന്നാലും ഞാൻ അഭിനയം കാണിക്കാൻ വേണ്ടി മാത്രം. അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി കോറിയോഗ്രാഫി ചെയ്യുകയാണെങ്കിൽ ഈ സാഹിത്യം, അതെങ്ങനെയാണ് അഭിനയിക്കണേ, അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ രൂപമോ ജോ ഓ ജീ വലജീ വജീ തന്നെ രൂപമോ ജോ ഓ ജീവലജീ വശേ തന്നെ. ഇതൊരു പെൺകുട്ടിക്ക് വേണ്ടി കോറിയോഗ്രാഫി. ഇതേ സാധനം ഒരു ആൺകുട്ടിയെ കാണിച്ചു. രൂപമോ
ഊരേ വലച്ചേ വചേ തന്നെ രൂപമോ ഓജി വലചേ വചേ തന്നെ. സംഗീതം അറിയില്ല എന്ന് പറയരുത്. ആ മ്യൂസിക് ആധികാരികമായി പാടാൻ എനിക്കറിയില്ല. കാരണം അത് ഇല്ലാത്ത കാര്യമില്ല എന്ന് പറയണല്ലോ. പക്ഷേ ഞാൻ RLVയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സബ് ഉണ്ടായിരുന്നു മ്യൂസിക്, പക്ഷെ അറിയില്ല. പക്ഷേ ഈ കൊറിയോഗ്രാഫിയുടെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഐഡിയ കിട്ടുക നമ്മൾ. കാരണം ചില നെക്ക് മൂവ്മെൻറ്റുകളൊക്കെ പെൺകുട്ടികൾക്കാണ്. പിന്നെ ഈവൻ നടക്കണത് തന്നെ. ഇപ്പോൾ പെൺകുട്ടികൾ നടക്കുമ്പോൾ ഇങ്ങനെ പോകുള്ളൂ, കണ്ടിട്ടുണ്ടല്ലോ, ബാക്കിലേക്ക് പോകണപ്പോൾ. ഒരു ആൺകുട്ടി നടക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് ആ ഒരു വ്യത്യാസം. അതുപോലെ ഈ ലുക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ലുക്ക് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ നമ്മൾ കണ്ണിനെ ഉപയോഗിക്കും സ്റ്റേജിൽ. സാധാരണ ആൾക്കാർ അതിനെപ്പറ്റി കോൺഷ്യസ് അല്ല, അറിയില്ല എന്ന് ഞാൻ പറയാൻ ആളല്ല, അറിവുണ്ടാവും കേട്ടോ. പക്ഷേ ചിലവർ ഉപയോഗിക്കാറിന് വളരെ അപൂർവമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ അഭിനയ കുലപതി എന്ന് ഞാൻ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് എൻ്റെ ധനഞ്ജയ മാഷാണ്. എൻ്റെ മാഷക്കാണ് ഏറ്റവും വലിയ എൻ്റെ പ്രണാമം. കാരണം എൻ്റെ അച്ഛന് തുല്യമാണ് എൻ്റെ മാഷ്. ധനഞ്ജയ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VP ധനഞ്ജയ മാഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാമാണ് മാഷ്. കാരണം മാഷിൻ്റെ അഭിനയം പോലെ ഞാൻ ഒരു മെയിൽ ഡാൻസർ ഇത്രയും അഭിനയിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ പലതിക്കലും ഞാൻ ചെയ്യുമ്പോൾ മാഷിൻ്റെ പോലെയെന്ന് എല്ലാവരും പറയണ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അത് മാഷിൻ്റെ വായിന്ന് തന്നെ വന്നിട്ടുണ്ട്. 10 വർഷം മുമ്പ് എനിക്ക് ആലുവയിൽ വെച്ചൊരു അവാർഡ് ഉണ്ടായിരുന്നു. ആ അവാർഡ് എനിക്ക് അന്ന് മാഷ്ക്ക് പറഞ്ഞുകൂടാ, മാഷാണ് എനിക്ക് തരണേന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അവിടെ വെച്ചാൽ കാണണം. ഞാൻ ആ വീഡിയോ ഞാൻ അയക്കാം. ആ മാഷ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഞാൻ കരച്ചിൽ നിർത്താൻ പറ്റില്ല എനിക്ക്. കാരണം മാഷ എനിക്ക് അവാർഡ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മാഷ്ക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ആ മാഷ ആ അവാർഡ് ഷോയിൽ പറയുന്നുണ്ട്, പലരും മാഷോട് പറഞ്ഞിട്ടുണ്ട്, സുനിലായി ചെയ്യണ കാണുമ്പോൾ കറക്റ്റ് ഡിറ്റു ധനഞ്ജയ മാഷാണെന്ന് തോന്നുന്നു. അതെനിക്ക് മാഷ് തന്ന അനുഗ്രഹമാണ് കേട്ടോ. അതെ. പിന്നെ എനിക്ക് എൻ്റെ കല്യാൺകുട്ടിയമ്മ ടീച്ചർ, കലാമണ്ഡലം കല്യാൺകുട്ടിയമ്മ ടീച്ചറുടെ അഭിനയം ഇന്നും ഞാൻ മറക്കാത്തൊരു അഭിനയം. അതായത് ഞാൻ എൻ്റെ സ്കൂൾ പീരീഡിലാണ് തൃപ്പൂണിത്തുറ കലാലയത്തിലാണ് കേട്ടോ എൻ്റെ ആദ്യകാല പഠനം ഉണ്ടായിരിക്കുന്നത്. കലാമണ്ഡലം കല്യാൺകുട്ടിയമ്മ ടീച്ചറും കലാമണ്ഡലം കൃഷ്ണനാരായണനും അവിടുത്തെ കല ടീച്ചറുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കണതിൽ മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്ന് തന്നെ വേണമെങ്കിൽ കല ടീച്ചറെയും വിളിക്കാം. അതുപോലെ ഒരു അസാധ്യ കഴിവുള്ള ഒരു ടീച്ചറാണ് എനിക്ക് അന്നൊക്കെ ക്ലാസ് എടുക്കുന്നത്. അമ്മയും മക്കളും ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അന്ന് ടീച്ചർ എടുക്കുന്ന ഒരു സംഭവം ഇപ്പോഴും ഒരു താമര ഇങ്ങനെ വിടർന്ന് വരണതും ഇങ്ങനെ ഒരു വണ്ട് വരണതും പതുക്കെ അതിൻ്റെ ആ തേൻ ഇങ്ങനൊരു സംഭവം. അത് ഞാൻ ഈ പറയാതെ അഭിനയിച്ചാൽ കുറച്ചും കൂടി എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ അഭിനയം കല്യാൺകുട്ടിയും ടീച്ചറാണ് കാണിക്കണോ, ഒയ്യോ എനിക്ക് പറയാൻ അത്രയ്ക്ക് മനോഹരമാണ്. അതുപോലെ ഞാൻ മോഹിനിയാട്ടം ആധികാരികമായി കുറേ പഠിച്ചിട്ടുള്ള ആളാണ്, പക്ഷേ ഭരതനാട്ടിലേക്ക് മാറിയതാണ്. കാരണം കല്യാൺകുട്ടിയും ടീച്ചറാണ് എന്നോട് പറഞ്ഞത് മോഹിനിയാട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാട്ടം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ, എനിക്കിഷ്ടം സ്ത്രീകൾ ചെയ്യുന്നത് കാണാനാണ്. കാരണം മോഹിനിയാട്ടം ഞാനൊരു കോൺഗ്രസിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതല്ല. ഇത് മോഹം ജനിപ്പിക്കാൻ കഴിവുള്ളവൾ ആരാണോ അവളാണ് ആര്? മോഹിനി അല്ലേ? അതുകൊണ്ടല്ലേ മഹാവിഷ്ണു ആ വേഷം മാറിപ്പോയേ മഹാദേവൻ്റെ അടുത്ത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് വന്ന അവിടെ നിന്നില്ല ആ ടേം. എന്നാലും മോഹിനിയാട്ടം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഹിനി വേഷം കെട്ടി ചെയ്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. കുച്ചിപ്പുടി പണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലല്ലോ, പുരുഷന്മാരാണ് സ്ത്രീ വേഷം. ഇന്നും അതെ, കുച്ചിപ്പുടി ഗ്രാമത്തിൽ പോയാൽ 80 വയസ്സായ ആൾക്കാർ സ്ത്രീ വേഷം കെട്ടി കളിക്കണേ. എന്ത് രസമായിട്ടാണ് ചെയ്യണേന്നറിയോ? എന്നോട് കല്യാൺകുട്ടിയമ്മ ടീച്ചർ പറഞ്ഞത് എന്താ വെച്ചാൽ, യു കോൺസെൻട്രേറ്റ് ഇൻ ഭരതനാട്യം. അങ്ങനെയാണ് വിപ്ലവാത്മകമായ RLVയിലെ അഡ്മിഷൻ. അത് ഞാൻ പറയാം. അപ്പോൾ പറഞ്ഞു വന്നേ, മോഹിനിയാട്ടം ഇപ്പോൾ പലരും ചെയ്യണ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ഈ തദ്ദിക്കിണ്ണത്വം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്, കേട്ട് കാണും കൂടി. തദ്ദിക്കിണ്ണത്വം, അത് പഞ്ചജാതി തദ്ദിഗണത്വമൊക്കെ ഉണ്ട്. അത് വേറെ മൃതകിസ്റ്റൊക്കെ പറയും, പഞ്ചനടയിലുള്ള തദ്ദിഗണതകളുണ്ട്. ഇപ്പോൾ തദ്ദിക്കിണ്ണത്വം എന്ന് പറഞ്ഞാൽ ആ അടവ് എങ്ങനെയാണ് എടുക്കണത്, 3ലും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് 3ഉം ആ വ്യത്യാസം ഞാൻ പറയും. ഇപ്പോൾ മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപമല്ലേ, നമുക്ക് മോഹിനിയാട്ടത്തിൽ അത് തുടങ്ങാം. ഇപ്പോൾ ധിം കൈ ഇണ തും
ഇങ്ങനെയാണത് വരുന്നത്. ഒരു പാടത്ത് കാറ്റത്ത് എങ്ങനെയാണ് നെല്ലിൻ്റെ ആ ചെടി കിടന്ന് ആടുന്നത്, അതായിരിക്കണം ഒരു മോഹിനിയാട്ട നർത്തകിയുടെ ബോഡി എന്നാണ് കല്യാൺകുട്ടി ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഇത് കയ്യിൽ എണ്ണ എടുത്താൽ ഈ എണ്ണ കട്ടാവരുത് ഇത് പോകുമ്പോൾ. മനസ്സിലായോ? ഇപ്പം പലരും ചെയ്യണം തതിങ്കിണ്ണത്തും. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു മൈനസ് പോയിന്റ് ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും കഥകളി ഒഡീസി എല്ലാം കുട്ടികളെ പഠിപ്പിക്കും. പല കുട്ടികളും ഭരതനാട്യ കോമ്പറ്റീഷൻ കണ്ടാൽ നമുക്ക് ചിരി വരുന്നൊരു സംഭവം എന്താണെന്ന് അറിയാമോ? ചിരിച്ചു പോവും. ഓഡിയൻസിന് ഇത് അറിയില്ല, ജഡ്ജസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഭരതനാട്യം കളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മോഹിനിയാട്ടം കയറി വരും മനസ്സിലേക്ക്. ഭരതനാട്യത്തിൻ്റെ ചെതിയുടെ പകരം ഇപ്പോൾ താക്കു തെണ്ണക്കുത്തക്ക തെണ്ണക്കു കിണ്ണക്കുത്തക്ക കിണ്ണക്കുത്തക്ക തെണ്ണ ഇങ്ങനെയായി പോവും. ഭരതനാട്യത്തിൻ്റെ ഇടയിൽ മോഹിനിയാട്ടം കയറി വന്നു. കാരണം ഇവരെല്ലാം കൂടി പഠിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ ദോഷവശമാണ് ഇന്നത്തെ കുട്ടികൾക്ക് വന്നതാണ്. പക്ഷേ ടീച്ചർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഭരതനാട്യത്തിലേക്ക് അങ്ങനെ മാറാൻ കാരണം. എന്നാലും ഇന്ന് മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ഞാൻ മോഹിനിയാട്ടം എപ്പോഴും പറയണം, ഞാനൊരു 10-25 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും കുറേ കുട്ടികൾക്ക് അത്യാവശ്യം എൻ്റെ ചില കുട്ടികൾക്ക് ഐറ്റം മാത്രം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഭരതനാട്യമാണ് മെയിനായിട്ട് എടുത്തേക്കുന്നത്. ഭരതനാട്യത്തിൽ മാത്രം പോകാനും ആഗ്രഹിക്കുന്നു. കുച്ചിപ്പുടി ഞാൻ ആധികാരികമായിട്ട് തന്നെ വർഷങ്ങളോളം പഠിച്ച ആളാണ്. കുച്ചിപ്പുടി ഒരുപാട് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അത് മുഴിപ്പിക്കാം. തദ്ദിക്കിണ്ണത്തും 3. ഇപ്പോൾ മോഹിനിയാട്ടത്തിൽ തദ്ദിക്കിണ്ണത്തും ഇങ്ങനെ പറഞ്ഞു. ഇത് ഭരതനാട്യത്തിൽ തദ്ദിക്കിണ്ണത്തും ഇങ്ങനെയാണ് ഭരതനാട്യത്തിലാണ്. തദ്ദിം നോട്ടുണ്ട്, തദ്ദിം കി ഇണത്തും ഇങ്ങനെ പോകും. ഇത് കുച്ചിപ്പിടിക്കാകുമ്പോൾ തദ്ദിം കേ ഇണ, ഈ മൂക്ക് വഴി താടി കണ്ടോ, ഈ താടി വഴി ഇവിടെ എത്തണമെന്നാണ്. ഇതാണ് കുച്ചിപ്പിടിയിൽ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഞാൻ ഇതെല്ലാം പഠിച്ചത് കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് എനിക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാം. പക്ഷേ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഭരതനാട്യത്തിലാണ്. കാരണം നമുക്ക് ഡോക്ടറും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും പെയിൻറ്ററും എല്ലാം കൂടി ആവാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ചില കുട്ടികൾ പാരൻസ് വരും, എനിക്കത് അപ്പോൾ ഭയങ്കര തമാശ തോന്നും. മാഷേ ഭരതനാട്യം കഴിഞ്ഞു, ഭരതനാട്യം കഴിഞ്ഞു. ഒരു കുട്ടിയെ കൊണ്ടൊരു അമ്മ വരുന്നതാണ്, കുട്ടിക്ക് വയസ്സ് 8 ആയിട്ടുണ്ടാവുള്ളൂ. ആ കുട്ടിയുടെ ഭരതനാട്യം കഴിഞ്ഞു, ടീച്ചർ പറഞ്ഞു ഭരതനാട്യം കഴിഞ്ഞ് കുച്ചിപ്പിടി തുടങ്ങാൻ പോകാമെന്ന്. അതായത് അപ്പം ഞാൻ പറയാം, ഭാഗ്യം, ഞാൻ കുറേ നാളായി കഴിഞ്ഞ ഒരാളെ കാണണമെന്ന് വിചാരിക്കണം, എന്നാൽ പിന്നെ ആളുടെ അടുത്ത് നിന്ന് എനിക്ക് പഠിക്കാമല്ലോ. പക്ഷേ അത് അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ. ഇതൊരു കടലാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, BA, MA ഇതൊക്കെ കഴിഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു കടലിലെ വെള്ളം നമുക്കൊരു മൊന്തയിൽ കൊണ്ടുവന്നാൽ അത് പറ്റി പോവോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പം പിന്നെ പറയൂ. പാറൽവി കോളേജിന്റെ കഥ ഇങ്ങനെ സൂചിപ്പിച്ചു. ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചതാണ്. എന്നെ ഞാനാക്കിയ ഒരു മഹാസംഭവം എൻ്റെ ജീവിതത്തിൽ. അതാണ് ഇനി ഏറ്റവും എനിക്ക് പറയാനുള്ളത്. കാരണം 1985, കുറേ വർഷങ്ങൾക്ക് പിന്നിൽ, ഇപ്പം നിങ്ങളൊന്നും ജനിച്ചു കാണില്ല. ആ 85 കാലഘട്ടത്തിൽ ഞാൻ കല്യാൺകുട്ടം ടീച്ചറെ അടുത്ത് ഭരതനാട്യം, എല്ലാം ഭരതനാട്യം അവിടെ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ മോഹിനിയാട്ടം അവിടെ ഉണ്ടെങ്കിലും RLVയിൽ ഭരതനാട്യത്തിന് ഡിപ്ലോമ എടുക്കണമെന്ന് എന്നോട് കല്യാൺകുട്ടം ടീച്ചർ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ഓപ്ഷൻ, ഞാൻ നോക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള കലാക്ഷേത്രത്തിൽ പോകണം. കലാക്ഷേത്രയിൽ ധാരാളം ആൺകുട്ടികൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സാറ് ധനഞ്ജയ മാഷ്, തോമസ് മാഷ്, ജനാർദ്ദന മാഷ്, നിരവധി പ്രഗത്ഭരായ ആൾക്കാർ പഠിച്ചിറങ്ങിയ സ്ഥല കലാക്ഷേത്ര. അവിടെ പോകാനുള്ള അന്നത്തെ എൻ്റെ സാഹചര്യം പറ്റില്ല. കാരണം എൻ്റെ ഇല്ലത്ത് ഞങ്ങൾ 4 ചെറിയ മക്കളും അമ്മയും മാത്രമാണ്. അച്ഛൻ മരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാമണ്ഡലത്തിൽ റിസർവ് ഫോർ ഗേൾസാണ്. പക്ഷേ RLVയിൽ അന്വേഷിച്ചപ്പോൾ ആൺകുട്ടികളെ എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ കാര്യം? ആൺകുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ, പെൺകുട്ടികൾക്ക് മാത്രമേ എടുക്കാറുള്ളൂ. അത് സമ്മതിച്ചു. എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് എടുക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് റൂൾ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അതില്ല. അപ്പം ഞാനത് പഠിച്ചു. അതെന്ത്? അപ്പോൾ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നോട് പറഞ്ഞത്, അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിന്ന് കളിപ്പിക്കാനുള്ള സ്ഥലമില്ല. അപ്പം ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ കലാക്ഷേത്രയിൽ RLVയിൽ നിന്നുള്ള അധ്യാപികയെ ഗവൺമെൻറ് വിട്ട് കലാക്ഷേത്രയെ പഠിപ്പിച്ചു. കലാക്ഷേത്ര വിലാസിനി ടീച്ചർ ഞങ്ങളുടെ ടീച്ചറാണ്, എന്നെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ അവിടെ പഠിച്ചത് ആണുങ്ങളുടെ കൂടെ നിന്നാണ്. ഈ ധനഞ്ജയ മാഷയൊക്കെ കൂടെ നിന്നിട്ടാണ് പഠിച്ചേക്കണത്. അന്നേ ആൺപിള്ളേരുണ്ട്. ഇനി അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം എടുത്താൽ ഒരിക്കലും പുരുഷനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം നാട്യത്തിൻ്റെ ദേവനാരാണ്? മഹാദേവൻ പുരുഷനല്ലേ?
എന്തുകൊണ്ട് നാട്ടിൽ തന്നെ ദേവി ഉണ്ടായില്ല? ഇത്ര മാത്രം ദേവിമാർ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടായിരുന്നു. ഒരു ദേവിമാരെ പോലും ഇവിടെ കണ്ട് ദേവനെ എടുത്ത് എന്താണ് അടുത്തത്? ആരാ നാട്യശാസ്ത്രം എഴുതിയത്? എന്തോരം, അത് ഭരതമുനിയാണ്, പുരുഷനാണ്. ഇനി മറ്റൊരു ടേമുണ്ട്. ആ ടേമിൽ പറയുമ്പോൾ ഒരു പക്ഷേ അതിന് വേറൊരു വ്യാഖ്യാനം വരാം. എങ്കിലും നട്ടുവനാർന്നേ ഉള്ളൂ, നട്ടുവനാർത്തി എന്നുള്ള പ്രയോഗമില്ല അല്ലേ? അപ്പം പറയും മാഷേ കന്യകയ്ക്ക് എന്താണെന്ന്, പുരുഷലിംഗം. കന്യക എന്നുള്ളതിന് പുരുഷലിംഗം എന്താ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ പോലെ അതല്ല, നട്ടുവനാർന്നേ പറയുള്ളൂ. അപ്പോൾ എന്തെടുത്താലും പുരുഷൻ്റെ, പിന്നെ താണ്ഡവം ലാസ്യം, നേരത്തെ പറഞ്ഞ വലിയ ടോപ്പിക്ക്. താണ്ഡവം ഇല്ലാണ്ട് എങ്ങനെ നൃത്തം പൂർണ്ണമാവും? അതുകൊണ്ട് തന്നെ പുരുഷന് അവിടെ നിന്ന് പഠിക്കാനുള്ള തീർച്ചയായിട്ടും യോഗ്യതയുണ്ട്. അതിന് പേര് ഞാൻ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി 1 മാസത്തോളം ഞാൻ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി. അന്നത്തെ പ്രിൻസിപ്പൽ വൈറ്റിലെ വുമൻസ് ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത്. അത് വലിയൊരു കഥയാണ്. ആ വുമൻസ് ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഇന്ന് ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കും. അവസാനം അവരുടെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് വരെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പൊന്നെ ടീച്ചറെ, ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് അഡ്മിഷൻ കൊടുക്കുക. അവിടെ ഉണ്ടായിരുന്ന ദേവി ടീച്ചറുണ്ട്, RLV ദേവി ടീച്ചർ. പത്രപ്പുറത്തിലെ ഡാൻസ് ടീച്ചർ. ടീച്ചറോട് ചോദിച്ചാൽ വിവരങ്ങൾ മുഴുവനും അറിയാം. കാരണം ടീച്ചർ ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, സുനിൽ ചവണ്ട കായലായിരുന്നു അത് എന്ന് പറയും. അതെന്താ? അല്ല ശരിയാണ്, ഞാൻ അന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആ കായൽ ചാടി ചാവുമെന്ന് പറഞ്ഞു. എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. കിട്ടിയില്ലെങ്കിൽ അന്ന് ചെയ്തു പോയേനെ കേട്ടോ. പക്ഷെ അത് ചെയ്യാതെ നന്നായില്ലേ, അതല്ലേ ഈ ചാനലിന് ഇൻ്റർവ്യൂ വരാൻ പറ്റിയേ. അപ്പോൾ അങ്ങനെ വളരെ അധികം കഷ്ടപ്പെട്ട് അന്ന് സെക്രട്ടേറിയറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ചെന്ന് ഇന്നും ഞാൻ ഓർക്കുന്നു, 15-16 വയസ്സുള്ള സമയം ഞാൻ ചെന്നിട്ട് അവിടുത്തെ പിയൂണിനോടൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് RLV അതെന്താ സാധനം? അവിടെയുള്ളവർക്ക് RLV എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവസാനം എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെയൊക്കെയോ സഹായപ്രകാരം നാളെ RLVയിൽ ഇൻ്റർവ്യൂ ആണ്, ഇന്നാണ് എനിക്ക് കാർഡ് എഴുതി തരുന്നത്. ഇത് കഴിഞ്ഞ് അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനൊരു ആൺകുട്ടി, എല്ലാവരും നമ്മൾ ഈ തൃശ്ശൂർ മൃഗശാലയിലേക്ക് ഇപ്പോൾ എന്താ ഇപ്പോൾ പറയുക, ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം ദിനോസർ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ എത്തി നോക്കൂലേ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും വന്നിക്കാം. ഒരു ആൺകുട്ടി വന്നിക്കണം ഡ്രസ്സ് ചെയ്തിട്ട്. അപ്പം എന്നെ ഇങ്ങനെ ഒരു ദിനോസറിനെ കാണുന്ന പോലെ ഇങ്ങനെ വന്ന് കാണാതിരിക്കുക. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ, എന്താ പഠിച്ചേക്കണത്, ഭരതനാട്യം എന്താ അറിയുക? അപ്പോൾ എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിന് വന്ന എല്ലാവരും ഭരതനാട്യം ഐറ്റംസ് മാത്രമല്ല കളിച്ചിരിക്കണേ, അന്ന് സിനിമ പാട്ട് വെച്ച് കളിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വർണ്ണമാണ് വർണ്ണം അറിയുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ ശങ്കരാഭരണം വർണ്ണം കലാലയത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പാട്ട് അറിയുമോ എന്ന് ചോദിച്ചു. കുറച്ചറിയാം. ഇന്ന് നിങ്ങളോട് പറഞ്ഞ പോലെയല്ല, അന്ന് ഇത്തിരി നുണ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ അത്ര വലിയ പാട്ടുകാരനല്ല അന്ന് ഒന്നും പഠിച്ചു. പക്ഷേ ഈ ഒരു സാറിൻ്റെ അടുത്ത് ഇതിന് വേണ്ടി പോയി പഠിച്ചിരുന്നു. അപ്പോൾ അത് പാടി, നിന്നു കോരി എന്ന് പറഞ്ഞ കൃതിയാണ് ഞാൻ പാടിയത്. അപ്പോൾ അതിൽ കുഴപ്പമില്ല. മുദ്രയല്ല ടീച്ചർ, ഞാൻ വിനിയോഗം പഠിച്ചു തന്നു. വിനിയോഗം എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ് സ്റ്റേജാണ്. അന്നന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. പതാക വിനിയോഗം ഞാൻ അന്നേ കാണിച്ചു, നാട്യാരംഭയോ അരിവാഹിന്നു. എൻ്റെ ഇൻ്റർവ്യൂവിന് വന്ന ആരും തന്നെ, അന്ന് ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ആരും തന്നെ ഇത്രയും ആൻസർ ചെയ്തിരുന്നില്ല. അപ്പോൾ അവർക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാരണം 6 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ തന്നെ എന്നോട് പറഞ്ഞു, സുനിലിനെ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ തോൽപ്പിക്കാതിരിക്കുകയായിരുന്നു. കാരണം ഈ തലവേദന എങ്ങനെയെങ്കിലും അവരെ കുറ്റമല്ല എന്നെ. അപ്പോൾ ഇതിന് മുമ്പൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ടീച്ചർ, അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, പ്രിൻസിപ്പലും പറഞ്ഞു, സുനിലിനെ ഇവിടെ എടുക്കണേൽ അധ്യാപകർക്കൊന്നും വ്യക്തിപരമായിട്ട് വിരോധമില്ല എന്ന് അവരോടൊക്കെ എഴുതി ഒപ്പിട്ട് മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഇവരോടൊക്കെ എഴുതി മേടിക്കാൻ പറ്റില്ല, ഞാൻ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി. ഇവരുടെ അടുത്ത് ഓരോരുത്തർ എൻ്റെ പൊന്നു ടീച്ചറെ ഒന്ന് ഒപ്പിട്ട് തരണം, ടീച്ചർക്ക് വല്ല വിരോധമുണ്ടോ, ഞാനിവിടെ പഠിക്കുന്നതിലില്ലല്ലോ. ആ ടീച്ചർ ഒന്ന് സാറിൻ്റെ അടുത്ത്, മാലിനി ഹരിഹരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, ചോദിച്ചറിയാം. ടീച്ചർ അതുപോലെയുള്ള ആൾക്കാർ അവരൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നവർ ധാരാളം ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. വിലാസ് ടീച്ചറൊക്കെ ഉണ്ടല്ലോ, ടീച്ചറിനൊക്കെ അറിയാം. അങ്ങനെ ഓരോരുത്തരെടുത്ത് അവർ പറഞ്ഞു, കുട്ടി എവിടെ പഠിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് തരുമോ, ഞങ്ങൾക്ക് എന്തായാലും ശമ്പളം കിട്ടും, കുട്ടി പഠിച്ചോ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ പുരുഷ വിദ്യാർത്ഥി ഭരതനാട്യത്തിൽ എന്ന് പറഞ്ഞ് 1985 ചരിത്രം കുറിച്ചു. അത് അന്നത്തെ എല്ലാ പേപ്പറിലും ഇപ്പോഴും ഓർക്കണു. ഈവൻ ഈ വനിതാ മാഗസിനിലെ നർത്തകികൾക്കിടയിൽ ഒറ്റയാൻ, ഇതായിരുന്നു എൻ്റെ ക്യാപ്ഷൻ അന്നത്തെ. ഞാൻ ഇപ്പോഴും ഓർക്കണു. എന്തിനാ ഫെമിനേൽ വരെ, മെയിൽ ഡാൻസേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിരുന്നു, ഫെമിനേൽ. അതുപോലെ മലയാളത്തിലെല്ലാ പേപ്പറിലും കോട്ടയത്തു നിന്ന് കുറേ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. കോട്ടയംകാർക്കൊക്കെ അറിയാൻ പറ്റും. എന്തൊക്കെയോ കുമാരിയോ സഖിയോ എന്നെങ്ങാണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇതിൽ മുഴുവൻ എൻ്റെ ഇൻ്റർവ്യൂ. ഇപ്പം എങ്ങനെയാണോ ചാനലുകാർ ഇപ്പോൾ ഓരോ കാര്യം കവർ ചെയ്യുന്നത്,
അതുപോലെ സാക്കല്ല പേപ്പറിൽ വലിയ ന്യൂസായിരുന്നു. സ്റ്റാറായി. അതെന്തോ അല്ല, അന്ന് തീർച്ചയായിട്ടും സ്റ്റാർന്നല്ല. എനിക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയോ, ഞാൻ അവിടുന്ന് ഇത്രയും കോഴ്സ് കഴിഞ്ഞാൽ അവിടുത്തെ ആ കസേരയിൽ ആദ്യമായിട്ട് അധ്യാപകനായിട്ടിരുന്നത് ഞാൻ തന്നെയാണ്. RLBയിലെ ഭരതനാട്യ വിഭാഗത്തിലെ നൃത്താധ്യാപകൻ. പക്ഷെ അവിടെ പക്കമേളക്കാർ വേറെ ഉണ്ട് കേട്ടോ, അവർക്ക് പക്കമേളമാണ്. പക്ഷേ നൃത്താധ്യാപകനായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം, ഗസ്റ്റാണ് 7 വർഷം ഞാൻ വർക്ക് ചെയ്തു RLBയിൽ. ഗസ്റ്റായിട്ടാണെങ്കിലും ആ കസേരയിൽ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനറുമായി, MG യൂണിവേഴ്സിറ്റി എക്സാമിനറായിരുന്നു ഞാൻ. സെൻറ്റ് തെരേസാസിലൊക്കെ ദേവി ചന്ദനയൊക്കെ പഠിക്കുന്ന വർഷം ഞാനായിരുന്നു എക്സാമിനർ. എനിക്കതൊരു ഒരുപാട് സന്തോഷമുണ്ട്. ദേവിക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്ത് ഞാനാണ്. മറ്റൊന്നുമല്ല, അത്രയും കഴിവുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊടുക്കണം ഇതായിട്ട് പറയല്ല, അതിഗംഭീര കഴിവുള്ളൊരു കുട്ടി തന്നെയാണ് ദേവി ചന്ദന. അപ്പോൾ ഞാൻ വേറെ ഒന്നിനും പറയാമല്ല, നല്ല നിറയെ ആർട്ടിസ്റ്റുകൾ, ധാരാളം കുട്ടികൾ RLBയിൽ നിന്ന് പഠിച്ചിറങ്ങി. ആൺകുട്ടികൾ ഒരു 10-200 കൂടുതൽ ആൺപിള്ളേർ അവിടെ നിന്ന് പഠിച്ചിറങ്ങി. ഞാൻ അങ്ങനെ ഒരു അഡ്മിഷൻ എനിക്ക് കിട്ടിയതിലൂടെ 10-200 കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങി. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന നിരവധി നർത്തകിമാരും ഉണ്ട് കേട്ടോ. ഈ പെൺകുട്ടികൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ആദ്യകാലം, ഇപ്പം അതില്ല, ഇപ്പം മാറി. അത് വളരെ സന്തോഷം. പണ്ട് പഠിച്ച നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, പക്ഷേ അവർക്ക് എക്സ്പോഷർ കിട്ടിയിട്ടില്ല, പ്ലാറ്റ്ഫോം ഇല്ല, പ്രോഗ്രാംസ് ഇല്ല. പക്ഷേ ആൺകുട്ടികളല്ല, ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇന്നും എന്നും ഒരു വീടിൻ്റെ നട്ടെല്ല് തന്നെയാണ്. പെൺകുട്ടികളല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലായിരുന്നു ആ കാലഘട്ടത്തിൽ, കുറച്ച് കൂടുതൽ. അപ്പോൾ ഒരു കുട്ടി പഠിച്ചിറങ്ങിയാന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടൊരു ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ അവന് കിട്ടുന്ന ഒരു അംഗീകാരം വേറെയല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ പഠിച്ചിറങ്ങി. അവർ മുഖാന്തരം ഒരു 1000 വീട് അവരുടെ സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ടാവും. അവരെ വീട് തന്നെയല്ലോ, അവരുടെ പെങ്ങന്മാരെ നല്ല വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റി. എൻ്റെ അനുഭവം ഞാൻ പറയണം കേട്ടോ. അതൊക്കെ 2 പെങ്ങന്മാരെയും നല്ല രീതിയിൽ വെളിയിച്ചു കൊടുക്കാൻ പറ്റി. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഇവിടെ മുഴുവൻ എൻ്റെ ബ്ലഡാണ്. ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബം എൻ്റെ കൂടെ വന്ന ശേഷം അവരും എൻ്റെ ഒപ്പം തന്നെ, എൻ്റെ വൈഫും എൻ്റെ മക്കളും, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു കലകൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് ഇത് മുഴുവനും, അല്ലാതെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ ശേഷം ഉണ്ടായിരുന്ന കുട്ടികളുടെയൊക്കെ അതിഗംഭീര ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. കണ്ട കൊതിയോ RLBയിലെ ആൺകുട്ടികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോയി നോക്കാമെങ്കിൽ ഇന്ന് നമ്പർ 1 ഇൻ ഇന്ത്യയാണ് ഓരോ ഡാൻസ് സ്കൂളുകളും. അതിലെനിക്ക് അഭിമാനമുണ്ട്. എല്ലാവർക്കും നല്ല ഫാമിലി, നല്ല സെറ്റപ്പിൽ തന്നെയാണ് ആൺകുട്ടികൾ RLBയിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടിയും മോശമില്ല. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും പറയും, കുട്ടികൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് പറയും, പക്ഷേ എപ്പോഴും ഞങ്ങൾ ഓർക്കും കേട്ടോ, മാഷ അങ്ങനെ ഒരു തുടക്കം കുറിച്ച്. ഒരുപക്ഷെ എൻ്റെ ഫുൾ ക്രെഡിറ്റ് അല്ല കേട്ടോ, അതൊക്കെ ഒരു നിയോഗമാണ്. അല്ലാതെ എന്നെക്കാൾ ഒരു പക്ഷേ കഴിവുള്ള ആൾക്കാർ വരാമായിരുന്നു. എന്തോ ആ സമയത്ത് ഞാൻ മുഖാന്തരം വന്നു. അതെനിക്കൊരു വലിയ മഹാഭാഗ്യമായി. യൂണിവേഴ്സിറ്റി എക്സാമിനർ വരെ ആവാനായി. കഴിഞ്ഞ 35 വർഷമായിട്ടിപ്പോൾ ഈ ഫീൽഡിലുണ്ട്. പിന്നെ ഒരു 50 അംഗീകാരങ്ങൾ, ഒരു 50 അവാർഡോളം കിട്ടി. ഇപ്പോൾ 50ാമത്തെ അവാർഡ് 2 ആഴ്ച മുമ്പ് പറവൂരായിരുന്നു. അത് വലിയൊരു യാഗം ഉണ്ടായിരുന്നു, അതിനൊരു അവാർഡ് ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് 3 അവാർഡ് കിട്ടി. ഗൾഫ് കൺട്രിയിൽ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ബാക്കി ഒരുമാതിരി അങ്ങനെ അവിടെ നിന്ന് തന്നെയല്ല, ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. സ്റ്റേജുകളാണെങ്കിലും ഇഷ്രാദിനം കൊണ്ട് നല്ല കുറേ സ്റ്റേജ്, പിന്നെ ഫാമിലിയായിട്ട് ഞങ്ങൾ 4 പേരും പ്രോഗ്രാം ചെയ്യണത്, അത് നേരത്തെ കുട്ടി പറഞ്ഞ പോലെ അതൊക്കെ വലിയൊരു ഭാഗ്യം. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം RLBയിലെ എൻ്റെ അഡ്മിഷനാണ്. അതിൽ കഴിഞ്ഞ വർഷം എനിക്ക് നമ്മുടെ MP അവാർഡ് അവിടെ വെച്ച് കോളേജുകാർ എന്നെ വിളിച്ച് എനിക്ക് തന്നു. അതിൽ കോളേജിലെ എല്ലാവരോടും എൻ്റെ നന്ദി. എല്ലാ അധ്യാപകരും അനധ്യാപകരും ഒക്കെ അതിനു വേണ്ടി കുറേ സഹായിച്ചിട്ടുണ്ട്, എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് സന്തോഷം, നന്ദി.